മക്കളെ. അപ്പം നമ്മളിനി ഒട്ടും സമയം വൈകിക്കുന്നില്ല. മലയാളം മീഡിയത്തിലെ ഇംഗ്ലീഷ് മീഡിയത്തിലെ എല്ലാ മക്കൾക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ യെസ്, ഇനി ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, മനസ്സിലായി, യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കണ്ടു കഴിഞ്ഞതിന് ശേഷം. പ്ലസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മുടെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറേ ഗ്രന്ഥികൾ, കുറേ ഗ്ലാൻഡുകളും അവരുടെ ഹോർമോണുകളും ആണല്ലോ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മളുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഈ പാൻക്രിയാസിൻ്റെ 2 സെൽസ് ഉണ്ട് അല്ലേ. ഒന്ന് നമ്മുടെ ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കഗോണും ഉണ്ട്. ബീറ്റ കോശങ്ങളും ആൽഫ കോശങ്ങളും സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണുകൾ. ഇവർ രണ്ടുപേരുടെയും ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 70 to 110 അല്ലേ, 70 to 110 mg/100 ml ആണ്. അപ്പം ഇതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ആര് വരും? ഇതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഇൻസുലിൻ വരുന്നത്. ഈ ഇൻസുലിൻ എന്ത് ചെയ്യും? ഈ സെൽസിലേക്ക്, കോശങ്ങളുടെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസിനെ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് പറഞ്ഞേക്കും. ഓക്കെ, അധികമുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോജൻ ആക്കി മാറ്റും, ലിവറിൽ, കരളിലും അതുപോലെ തന്നെ മസിൽസിൽ, പേശികളിലും വെച്ചിട്ട്. ഇനി ഈ അളവിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് ആര് വരിക? നമ്മുടെ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കഗോൺ വരിക. ഈ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പ്ലസ് എന്ത് ചെയ്യും? നമ്മളുടെ ഈ ഗ്ലൂക്കോസിനെ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് കൂടാതെ അമിനോ ആസിഡുകളിൽ നിന്ന് എന്തുണ്ടാക്കും? നമ്മുടെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡിൽ നിന്ന് സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. ഈ 2 പരിപാടികൾ ചെയ്യുന്നതിലോടുകൂടി നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവല് എപ്പോഴും നമുക്ക് എത്രയാക്കി വെക്കാൻ പറ്റും? ഈ 70 to 110 എന്ന് പറയുന്ന ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ഇനി അഥവാ ഈ ഒരു ഇൻസുലിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ, ഇൻസുലിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇൻസുലിൻ ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ നമ്മുടെ ശരീരത്തിന് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ പറ്റുക? ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം. ഓക്കെ, അങ്ങനെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണയിലും കൂടുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒന്ന് നമ്മുടെ ഭയങ്കര വിശപ്പും ദാഹവും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൂത്രത്തിൽ, യൂറിനിൽ ഗ്ലൂക്കോസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇത്രയും ഭാഗങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഗ്ലാൻഡ് ആണ്. അതാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലേ. തൈറോയിഡ് ഗ്ലാൻഡിനെ നമ്മൾ പറയാറുണ്ട് നമ്മൾ ബട്ടർഫ്ലൈ ഗ്ലാൻഡ്. നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ്, ഒരു ഗ്ലാൻഡാണ് നമ്മുടെ തൈറോയിഡ്. ഈ തൈറോയിഡ് ഉണ്ടാക്കുന്ന 2 ഹോർമോണുകളാണ്. ഒന്ന് തൈറോക്സിനും, രണ്ടാമത് കാൽസിറ്റോണിനും. കാൽസിറ്റോണിന് തന്നെയാണ് മലയാളത്തിലും പറയാം കേട്ടോ, തൈറോക്സിനും കാൽസിറ്റോണിനും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങളാണ്. അപ്പോൾ ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ മെയിൻ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ എനർജി പ്രൊഡക്ഷൻ, മെയിനായിട്ട് മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഹോർമോൺ കൂടിയാണ് നമ്മളുടെ ഈ ഒരു തൈറോക്സിൻ. അപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എനർജി കിട്ടും. അപ്പോൾ എനർജി പ്രൊഡക്ഷൻ കൂട്ടുക, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ച, ഗ്രോത്ത് ഉണ്ടാക്കുക, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്, മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ എല്ലാ സ്റ്റേജിലും, ഫീറ്റൽ സ്റ്റേജിലും ഇൻഫാൻസി സ്റ്റേജിലും, അമ്മയുടെ വയറ്റിലിരിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഇൻഫാൻസി സ്റ്റേജിലൊക്കെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് തൈറോക്സിൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് തൈറോക്സിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫങ്ഷൻസ് ഇത്രയാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കുറവുകളും കൂടുതലുകളുമാണ്. അതായത് തൈറോക്സിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. മലയാളത്തിലും ഹൈപ്പർ തൈറോയിഡിസം എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി മക്കളെ, നോർമൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന തൈറോക്സിൻ എന്താണോ ചെയ്യുക അതിലും കൂടുതലായിരിക്കും അല്ലേ. ഇപ്പോൾ നോർമൽ മെറ്റബോളിസം കൂട്ടുക എന്നുള്ളതാണെങ്കിൽ അതിലും കൂടും. ഓക്കെ, മെറ്റബോളിക് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ മെറ്റബോളിക് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എനർജി കൂടും. എനർജി പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അത് എക്സസ് ആയിട്ടുള്ളത്, അധികമുള്ള എനർജി നമ്മൾ ഹീറ്റായിട്ട് പുറത്തു പോകും. അങ്ങനെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്വെറ്റിംഗ് ആയിരിക്കും. ആൻഡ് നമ്മുടെ വെയിറ്റ് ലോസ്, മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങളെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടാകും. ആൻഡ് ഇമോഷണൽ ഇംബാലൻസ്, ഭയങ്കരമായിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുക. ഇങ്ങനത്തെ കുറേ ലക്ഷണങ്ങൾ
ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണിക്കുക. ആൻഡ് ഹൈപ്പോയുടെ കേസിൽ നമുക്ക് 3 കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന് കുഞ്ഞുങ്ങളിൽ കുറയുന്നത്, അതാണ് നമ്മുടെ ക്രെറ്റിനിസം. ആൻഡ് വലിയ ആൾക്കാരിൽ കുറയുന്നതാണ് മിക്സെഡിമ. ഇനി അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഇതൊന്നും അറിയാതെ, അയഡിൻ ഉണ്ടെങ്കിൽ തൈറോക്സിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അയഡിൻ ഇല്ലെങ്കിൽ എന്ത് പറ്റില്ല, തൈറോക്സിൻ ഹോർമോൺ ഉണ്ടാവില്ല. ഇതറിയാതെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ സ്വെല്ല് ചെയ്യുന്നതാണ് ഗോയിറ്റർ. ഓക്കെ, ക്രെറ്റിനിസം കുഞ്ഞുങ്ങളിൽ തൈറോക്സിൻ്റെ അളവ്, ഇൻഫാൻസിയും ഫീറ്റൽ സ്റ്റേജും, ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയിലും അല്ലെങ്കിൽ ശൈശവാവസ്ഥയിലും ഈ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മെൻ്റൽ ഡെവലപ്മെൻറ്റും ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ഒന്നും ഉണ്ടാവില്ല. ആൻഡ് മിക്സെഡിമയിൽ തൈറോക്സിൻ്റെ അളവ് കുറേ കാലത്തോളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാകും, പലതരത്തിലുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, ലോ മെറ്റബോളിസം ആയിരിക്കും, നമുക്കൊരു മന്ദത, ഒരു സ്ലഗ്ഗിഷ്നെസ് ഉണ്ടാകും, പിന്നെ നമ്മുടെ ടിഷ്യൂസിലൊക്കെ ഇൻഫ്ലമേഷൻ, കലകളുടെ വീക്കം ഉണ്ടാകും, ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടും, ഇങ്ങനത്തെ കുറേ ലക്ഷണങ്ങളാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഡിസീസ്ഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്രെറ്റിനിസം, മിക്സെഡിമ, അതുപോലെ തന്നെ ഗോയിറ്റർ. ഓക്കെ, ഇനി അടുത്ത ഒരു ഹോർമോണാണ് നമ്മുടെ ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പാരാതൈറോയിഡ് ഗ്രന്ഥി. മക്കളെ, ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ ഒരു ഹോർമോണാണ്. അപ്പം നിങ്ങളുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിന്നിലായിട്ട് കാണുന്ന 2 പെയർ ഓഫ് എന്തുണ്ട്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് നമ്മുടെ പാരാതെർമോൺ. ഓക്കെ, പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. ഈ പാരാതെർമോണും അത് കൂടാതെ മിസ് നേരത്തെ പറഞ്ഞില്ലേ ഒരാൾ കൂടി കാൽസിറ്റോണിൻ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത്, ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഇത് ചോദിക്കാറുണ്ട്, 9 to 11 mg/100 ml ആണ്. 9 to 11 നോർമൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത്. അതായത് കൂടിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് ആരെ ഉണ്ടാക്കും, നമ്മുടെ കാൽസിറ്റോണിനെ ഉണ്ടാക്കും. ഓക്കെ, കുറഞ്ഞു കഴിഞ്ഞാൽ പാരാതൈറോയിഡ് പാരാതെർമോൺ ഉണ്ടാക്കും. ഇവർ 2 പേരും ചില മാറ്റങ്ങൾ വരുത്തും. കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് കുറയ്ക്കണം. അപ്പോൾ അധികമുള്ള കാൽസ്യത്തിനെ നമ്മുടെ ബോണിലും അതുപോലെ തന്നെ ഒക്കെ പോയിട്ട് സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മുടെ ബോണിലുള്ള കാൽസ്യവും നമ്മുടെ രക്തത്തിലുള്ള ബ്ലഡിലുള്ള കാൽസ്യവും കൂടി മിക്സ് ചെയ്യുന്നത്, രണ്ടും കൂടി കലരുന്നത് തടയും. ആര് തടയും? കാൽസിറ്റോണിൻ തടയും. ഇനി കുറഞ്ഞു കഴിഞ്ഞാലാണ് ആര് വരുന്നത്, നമ്മുടെ പാരാതെർമോൺ ഉണ്ടാക്കുന്നല്ല, പാരാതൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന പാരാതെർമോൺ. പാരാതെർമോണിന് 2 ഫങ്ഷൻസ് ആണ്. ഒന്ന്, കാൽഷ്യത്തിനെ കിഡ്നിയിൽ നിന്ന് റീഅബ്സോർബ് ചെയ്യുക, പുനരാകിരണം ചെയ്യുക. വൃക്കകളിൽ നിന്ന് നമ്മുടെ കാൽസ്യത്തിനെ എന്ത് ചെയ്യണം, പുനരാകിരണം ചെയ്യണം. രണ്ടാമതായിട്ട് അസ്ഥികളിൽ നിന്ന് കാൽസ്യം സംഭരിക്കുന്നത് തടയണം. ഇത് രണ്ടും ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മളുടെ തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. നമ്മളൊരു പ്യൂബർട്ടി എത്തുമ്പോഴേക്ക് എന്ത് പറ്റും, നമ്മൾ കൗമാരപ്രായത്തുമ്പോഴേക്കും ഇത് ചുരുങ്ങി വരും. ഓക്കെ, ഇതുണ്ടാക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഇവിടെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, തൈമോസിൻ യൂത്ത് ഹോർമോൺ എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, നമ്മളെ T ലിംഫോസൈറ്റുകളുടെയൊക്കെ മെച്ചുറേഷൻ, പാകപ്പെടൽ നടക്കുന്ന സ്ഥലം കൂടിയാണ് തൈമസ്. പിന്നെ അതേമാതിരി ആലോചിക്കേണ്ട ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതാണ് നമ്മളുടെ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളുടെ ഈ ഒരു സെൻറ്ററിലായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് മെലട്ടോണിൻ. മെലട്ടോണിനാണ് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക്. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയാവുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരുന്നതും രാവിലെ ആകുമ്പോൾ നമ്മൾ ഉറക്കം ഞെട്ടാനൊക്കെ കാരണം ഈ മെലട്ടോണിനാണ്. രാത്രി സമയങ്ങളിൽ മെലട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും, പകൽ സമയങ്ങളിൽ കുറയും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മളുടെ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഒരു 2 ദളങ്ങളുള്ള ഒരു ഗ്രന്ഥിയാണ്, 2 ലോബുള്ള ഒരു ഗ്രന്ഥിയാണ്. ഇതിനൊരു മുൻതളം ഉണ്ട്, ഒരു പിന്തളം ഉണ്ട്, ഒരു ആൻറ്റീരിയർ ലോബും ഉണ്ട്, ഒരു പോസ്റ്റീരിയർ ലോബും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റീരിയർ ലോബ് മെയിനായിട്ട് ഇത്രയും ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവരെ നമ്മൾ പറയാറുണ്ട് ട്രോപ്പിക് ഹോർമോണുകൾ അല്ലെങ്കിൽ ട്രോപ്പിക ഹോർമോണുകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവർ ഓരോരുത്തരും നോക്കുക, TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ മുകളിലായിരിക്കും പ്രവർത്തനം. ACTH എഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക്, അപ്പോൾ എഡ്രീനൽ കോർട്ടെക്സിൻ്റെ മുകളിലായിരിക്കും പ്രവർത്തനം. ദെൻ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, നമ്മുടെ ഗൊണാഡ്സ് ഫീമെയിൽസിനും മെയിൽസിനും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗൊണാഡുകൾ ഉണ്ടല്ലോ, അണ്ടാശയവും അതുപോലെ തന്നെ വൃഷണങ്ങളും ഉണ്ടല്ലോ അല്ലേ, അതേപോലെ അവരുടെ മുകളിലാണ് ഇത് പ്രവർത്തിക്കുക. ദെൻ നമ്മുടെ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ, ഗ്രോത്തിന് കാരണമായിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആൻഡ് പ്രൊലാക്റ്റിൻ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, കുഞ്ഞു ആവയ്ക്കൊക്കെ പാലൊടിക്കാൻ മിൽക്ക് വേണ്ടേ, അപ്പം മുലപ്പാൽ ഉൽപ്പാദനമാണ് പ്രൊലാക്റ്റിൻ്റെ ധർമ്മം.
ഇനി സൊമാറ്റോട്രോപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. സൊമാറ്റോട്രോപ്പിൻ എന്താണ്? ഗ്രോത്ത് ഹോർമോണാണ്, നമ്മളുടെ ശരീരത്തിൽ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഹോർമോണാണ്. അപ്പോൾ ഈ ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഒരു അസുഖമുള്ള കണ്ടീഷനിലേക്കാണ് വരിക, ഡിഫക്റ്റീവ് കണ്ടീഷനിലേക്ക് വരും. അതായത് സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ നിങ്ങളിവിടെ നോക്കേണ്ടത് ഡ്യൂറിങ് ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടിയാൽ അതിനെയാണ് നമ്മൾ പറയുക ജൈജാൻഡിസം, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും ഭീമാകാരത്വം അല്ലെ ജൈജാൻഡിസം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം ഭയങ്കരമായിട്ട് കൂടി. ഇനി അതേ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാലോ അതിനെയാണ് നമ്മൾ പറയുക വാമനത്വം അല്ലെങ്കിൽ ഡ്വാഫിസം. അപ്പോൾ ഗ്രോത്ത് ഫേസിൽ വളർച്ചാ കാലഘട്ടത്തിൽ കൂടിയാൽ ജൈജാൻഡിസം, കുറഞ്ഞാൽ നമ്മളുടെ ഡ്വാഫിസം അല്ലെങ്കിൽ വാമനത്വം. ഇനി വളർച്ചാ കാലഘട്ടത്തിന് ശേഷം ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്, വളർച്ചാ കാലഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം ഭയങ്കരമായിട്ട് കൂടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്രോമെഗലി എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ എക്രോമെഗലിന്ന് തന്നെയാണ് പറയുക. ഈ സിംറ്റംസ് നോക്കി വെക്കുക കേട്ടോ. നമ്മുടെ ഫേസിൽ, അതുപോലെ തന്നെ ജോയ്സിൽ, ഫിംഗർ ടിപ്സിലൊക്കെയുള്ള അസ്ഥികൾക്ക് ഭയങ്കരമായിട്ട് വളർച്ചയുണ്ടാവുന്നതാണ് ലക്ഷണം. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ ലോബ് അല്ലെങ്കിൽ നമ്മൾ പറയും പിന്തളം. ഈ പിന്തളം ഹോർമോണുകൾ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, പകരം ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോണിനെ സംഭരിച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് ആവശ്യമുണ്ടാവുന്ന സമയത്ത് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന 2 ഹോർമോണുകളാണ്. ഒന്ന് ഓക്സിറ്റോസിൻ, നിൽക്കുന്നതുകൊണ്ട് കാണുന്നുണ്ടോ? ഓക്സിറ്റോസിൻ, ദെൻ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് നമ്മൾ പറയും. ഓക്സിറ്റോസിൻ ആണ് നമ്മളുടെ അമ്മമാരുടെ പ്രസവത്തിൻ്റെ സമയത്ത് ഗർഭാശയം ഇങ്ങനെ നല്ലപോലെ കോൺട്രാക്ട് ചെയ്ത് ആ കുഞ്ഞ് പുറത്തേക്ക് വരാൻ, പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതുപോലെ തന്നെ നമ്മളുടെ ലാക്ടേഷന് കാരണമായിട്ടുള്ള, കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് മിൽക്ക് പുറത്തേക്ക് വരാൻ കാരണമായിട്ടുള്ള ഒരു ഹോർമോൺ കൂടിയാണ് ഓക്സിറ്റോസിൻ. പിന്നെ വരുന്നതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ADH. വാസോപ്രസിൻ നമ്മുടെ വൃക്കകളിൽ നിന്ന് ജലത്തിൻ്റെ പുനരാകിരണം, നമ്മൾ ശരീരത്തിൽ വെള്ളം കുറവാണെങ്കിൽ അതിനെ പുനരാകിരണം ചെയ്യുന്ന ഹോർമോണാണ് ഇയാൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ADH വരും, എന്നിട്ട് വൃക്കകളിൽ നിന്ന് എന്ത് ചെയ്യും? ഇതിനെ പുനരാകിരണം ചെയ്ത് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടും. കുറഞ്ഞു കഴിഞ്ഞാലോ കൂടിക്കഴിഞ്ഞാൽ ADH വരില്ല. ഓക്കെ, അങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം. പിന്നെ വരുന്നതാണ് മക്കളെ കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മളുടെ അണ്ഡാശയവും അതുപോലെ തന്നെ വൃഷണവും, ടെസ്റ്റീസും ഓവറിയും. ഓക്കെ, ടെസ്റ്റീസ് മെയിൽസിലാണ് ആൻഡ് ഓവറി ആണെങ്കിൽ ഫീമെയിൽസിലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റീസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ് ഓവറി ഉണ്ടാക്കുന്ന 2 ഹോർമോണുകൾ ഈസ്ട്രജനും ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജസ്റ്റിറോണും ഉണ്ട്. ഓക്കെ, അതിൽ ടെസ്റ്റീസിൻ്റെ ഉണ്ടാക്കുന്ന ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോയ്സിനൊരു വയസ്സെത്തിക്കഴിഞ്ഞാൽ അവരുടെ സൗണ്ടിൽ മാറ്റം വരും അല്ലേ, അതുപോലെ തന്നെ താടി വരും, മീശ വരും, ആംപിറ്റ്സിൽ ഹെയർ വരും, അതുപോലെ സെക്സ് ഓർഗൻസ്, ലൈംഗികാവയങ്ങൾക്കെല്ലാം എന്തുണ്ടാകും, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. ഇതിനെല്ലാം കാരണമായിട്ടുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. പക്ഷേ നമ്മുടെ ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോൺ. ഇവർക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇവർക്ക് കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് സെക്കൻഡറി സെയില, കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ. കണ്ടോ, മെൻസ്ട്രൽ സൈക്കിൾ ഇവിടെയുണ്ട്, ഓവുലേഷൻ ഇവിടെയുണ്ട്. പ്രൊജസ്റ്റിറോണിനും ഈസ്ട്രോജനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് ഒന്ന് മെൻസ്ട്രൽ സൈക്കിള്, അതേ ആർത്തവ ചക്രം, അതുപോലെ തന്നെ അണ്ടോൽപാദനം. ഇത് ഈസ്ട്രോജനും റോളുണ്ട്, പ്രൊജസ്റ്റിറോണിനും റോളുണ്ട്. ഇവർക്ക് 2 പേർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെപ്പറേറ്റ് ഫങ്ഷൻസ്. ഫീമെയിൽസിൽ ഈസ്ട്രോജൻ ആണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, സൗണ്ടിലുള്ള ചേഞ്ച്, ആംപിറ്റ്സിലുള്ള ഹെയർ, ഇതൊക്കെ ഈസ്ട്രോജൻ ആണ്. പ്രൊജസ്റ്റിറോൺ എന്താണ്? എംബ്രിയോൻ്റെ ഇംപ്ലാന്റേഷൻ, അതായത് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇത് യൂട്രസിൽ പറ്റിപ്പിടിക്കാൻ കാരണമായിട്ടുള്ള ഹോർമോണാണ് നമ്മുടെ പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവരുടെ ഫങ്ഷൻസ് എഴുതാൻ പറഞ്ഞാൽ ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ആർത്തവ ചക്രം, അതുപോലെ തന്നെ അണ്ടോൽപാദനം, ഓവുലേഷനും മെൻസ്ട്രൽ സൈക്കിളും. പിന്നെ സെപ്പറേറ്റും ഉണ്ട്. ദെൻ ലാസ്റ്റ് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഫെറമോൺസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് ഫെറമോൺസ്? ചില ജീവികൾ അവരുടെ ശരീരത്തിന് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുന്ന, എന്തിനു വേണ്ടി സെക്രീറ്റ് ചെയ്യുന്ന? കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരോട് കാര്യങ്ങൾ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോർമോൺ അല്ല ഒരു കെമിക്കൽ, ഒരു രാസവസ്തുവാണ് ഫെറമോൺ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇണയെ ആകർഷിക്കാൻ, ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഭക്ഷണ ലഭ്യത, ഫുഡ് അവിടെയുണ്ട്, സഞ്ചാര പാത മനസ്സിലാക്കി കൊടുക്കാൻ, പാത്ത് ഓഫ് ട്രാവൽ കാണിച്ചു
അയച്ചു കൊടുക്കാൻ, ഡേഞ്ചർ സിഗ്നൽ ചെയ്യാൻ, അവിടെ പോകരുത്, അപകടമുണ്ട്. ഓക്കെ, അതുപോലെ തേനീച്ച, ടെർമൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കൂട്ടത്തോടെ ജീവിക്കാനൊക്കെ കാരണം ഈ ഫെറമോൺസ് ആണ്. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസ് എന്തായാലും പഠിച്ചു വെക്കാം. ഇനി ഒരു 3 എക്സാമ്പിൾസും നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ മസ്കോൺ, കസ്തൂരി, കസ്തൂരിമാൻ അല്ലെ, മസ്കഡിയർ, പിന്നെ സിവറ്റോൺ, സിവറ്റ് കാറ്റ്, വെരുക്, നമ്മളുടെ വെരുകിലെ സിവറ്റോൺ. ഓക്കെ, പിന്നെ നമ്മളുടെ ബോംബിക്കോൾ, ഫീമെയിൽ സിൽക്ക് വർം മോത്ത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലാന്റ് ഹോർമോണുകൾ അല്ലെങ്കിൽ സസ്യ ഹോർമോണുകൾ. ഇതൊന്നും എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം മക്കളെ. 5 ഹോർമോൺസ് ആണ്. ഒന്ന് നമ്മുടെ ഓക്സിൻ, അതുപോലെ തന്നെ ജിബർലിൻ, ദെൻ എബ്സിസിക് ആസിഡ്, എത്തിലീൻ, സൈറ്റോകിനിൻ. ഓക്കെ, സൈറ്റോകിനിൻ. ഓക്സിൻ ആണെങ്കിൽ എന്താ ചെയ്യുക, സെൽ ഗ്രോത്ത് ഉണ്ടാവും, കോശ വളർച്ച, സെൽ എലോങ്ങേഷൻ, ടെർമിനൽ ബഡ്, അഗ്രമുകുളങ്ങളുടെ വളർച്ച, ഫ്രൂട്ട് ഫോർമേഷൻ. ജിബർലിൻ ആണെങ്കിലോ നമ്മുടെ സമൃദ്ധാഹാരം, സ്റ്റോർഡ് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സീഡ് ജെർമിനേഷൻ, വിത്ത് മുളയ്ക്കുക, അതുപോലെ തന്നെ പുതിയ ഇല വിരിയാൻ, സ്പ്രൗട്ടിംഗ് ഓഫ് ന്യൂ ലീവ്സിനെ സഹായിക്കും. സൈറ്റോകിനിൻ ആണെങ്കിൽ സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, അതുപോലെ സെൽ ഡിഫറൻസിയേഷൻ, കോശ വളർച്ച, കോശ വിഭജനം, അതുപോലെ നമ്മുടെ കോശ വൈവിധ്യവൽക്കരണം. ദെൻ എത്തിലീൻ ആണെങ്കിൽ ഇലകളും ഫലങ്ങളും പാകമാകൽ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, ആൻഡ് കൂടിയ അളവിലായി കഴിഞ്ഞാൽ അത് കുഴിഞ്ഞു വീഴും. ഓക്കെ, അബ്സിസിക് ആസിഡ് ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ, ഡോർമൻസി ഓഫ് എംബ്രിയോ, അതുപോലെ തന്നെ പാകമായത് കുഴിഞ്ഞു വീഴാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇംഗ്ലീഷിലുള്ളത് മിസ് ഇവിടെ ടേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് സെറ്റ് ആയല്ലോ.